വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. അവിവാഹിതയായ ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കല്ലെറിഞ്ഞ് കൊല്ലാൻ തക്കതായ ഒരു കുറ്റകൃത്യമായിരുന്നു അന്നത്. എന്നാൽ സമൂഹത്തിൽ താൻ ഒറ്റപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾക്ക് താഴെ ഭൂമിയിലുള്ളവയൊന്നും അവളുടെ മുന്നിൽ ഒന്നുമല്ലാതായി തീർന്നു. അവളുടെ ദൃഷ്ടി അത്യുന്നതനിൽ മാത്രം ഉറച്ചു നിന്നു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തോട് അവൾ പൂർണ്ണമായ ഒരു സമർപ്പണം ആ നിമിഷം ചെയ്യുകയുണ്ടായി. പരിശുദ്ധ കന്യാമാതാവിനെ പോലെ ലോകത്തിൻ്റെ കണ്ണിൽ തെറ്റെന്ന് തോന്നിയത് മംഗളവാർത്തയായി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിണമിച്ചതുപോലെ നമുക്കും നമ്മെ തന്നെ കാണാം ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ. ഇവർക്കും പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ ആശംസകൾ.